ചേച്ചി വിജയേട്ടൻ വന്നു. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവജ. ഭഗവത്ഗീതയുടെ 12-ാം അധ്യായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്റെ ഈശ്വര, ഇത്രയും വിവരമുള്ള ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഏവം സേതുമാധവം മുകുന്ദം കുംഭീതലേ. എന്താടാ അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ. ശബരി ഒരു തപസ്വിനിയായിരുന്നു. ഗോത്ര സമൂഹത്തിൽ നിന്നുള്ള തപസ്വിനി. ഗോപിയേട്ടൻ നിരീശ്വരവാദിയായിരുന്നല്ലോ. ശപിക്കപ്പെട്ട ആ ഇരുണ്ട കാലഘട്ടത്തെ പറ്റി എന്നെ ഓർമ്മിപ്പിക്കാതിരിക്കൂ രാമു. വിറപ്പിക്കും ഞാൻ. സ്റ്റേജ് കയറിയ പിന്നെ എന്നെ പിടിച്ചാ കിട്ടില്ല. അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, സ്ത്രീകൾ നടക്കരുതെന്ന് പറയുന്നത്. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. പൂജാരിയും ബ്രഹ്മചാരിയാണ്. ഇവനെ ഞാനൊരു പൂച്ചിട്ടെ, അതുകൊണ്ട് ഒരു പ്രയോജനമില്ല ഏട്ടാ. നമ്മളെ ഇവിടുത്തെ തന്ത്രിയുടെ ബ്രഹ്മചര്യം നമുക്കറിയാം. ഹസ്താശ്രമത്തിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, അതിന്റെ അപ്പുറം കടന്ന് വ്യഭിചാരത്തിലേക്ക് പോയിട്ടുള്ള അന്നേരം നമ്മളെ നാവിലേതോ ഇബിലീസ് കയറി നമ്മളെ കൊണ്ടത് പറയിപ്പിച്ചതാ. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. യഥാർത്ഥ ഭക്തർക്ക് ഇങ്ങനെയേ ചെയ്യാനാകും. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും. എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോയിച്ച് ദൈവത്തെ തൊഴാൻ പോകും. തെറ്റ് പറ്റിയിട്ടില്ല എന്ന് പറയണില്ല മക്കളെ, വേറെ ഒന്നും കൊണ്ടല്ല. തീർത്തും മതനിരപേക്ഷ മൂല്യങ്ങളുടെ വിശുദ്ധിയിൽ തിളങ്ങുന്നതാണ് ശബരിമല. മതിയടോ വിളമ്പിയത്. എന്റെ സ്വാമിക്ക് വേണ്ടേ? അല്ല, ഉപദേശം വിളമ്പിയത് മതിയെന്ന്. ഇപ്പൊ ഭക്തിയുടെ പരിവേഷമായി ശ്രീ പിണറായി വിജയൻ മാറിയിരിക്കുകയാണ്. എന്ത് നല്ല തങ്കപ്പെട്ട മനുഷ്യൻ. തെങ്ങിനും കവുങ്ങിനും ഒരേപോലെ തളപ്പെടാൻ പറ്റില്ല. എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ മാസ്റ്റർ പ്ലാനുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്? എനിക്കിതൊന്നും മറുപടി പറയാൻ അറിയാൻ വേണ്ടല്ല, പക്ഷെ ഇത്തിരി സംസ്കാരം ഉണ്ടായി പോയി. ഇലക്ഷന് മാത്രമേ നമുക്ക് വരെ ആവശ്യമുള്ളൂ എന്ന് ആ പട്ടിണി പാവർക്ക് അറിയില്ലല്ലോ. അതൊക്കെ പറയേണ്ടവര് പറയും, കേൾക്കേണ്ടവര് കേൾക്കും. നമ്മുടെ ജോലി എന്താ? അണികളുടെ ശക്തി കാണിക്കുക. അത് കാണിച്ചില്ലേ?